നിന്നും സ്ത്രീയിൽ നിന്നും സൃഷ്ടിച്ചിരിക്കുന്നു. വർഗങ്ങളും ഗോത്രങ്ങളും ആക്കിയിരിക്കുന്നത് പരസ്പരം തിരിച്ചറിയുന്നതിന് വേണ്ടി മാത്രം. തീർച്ചയായും അല്ലാഹുവിങ്കൽ ഏറ്റവും ആദരണീയർ, ഏറ്റവും സൂക്ഷ്മത പുലർത്തുന്നവരത്രേ എന്ന വിശുദ്ധ ഖുർആനിലെ 49-ാം അധ്യായത്തിലെ 13-ാം വചനത്തിലൂടെ മനുഷ്യരെല്ലാം തുല്യരെന്ന് പ്രഖ്യാപിക്കുന്ന ഖുർആൻ കാരുണ്യത്തിന്റെ വേദഗ്രന്ഥമല്ലേ? ഏ ജനങ്ങളെ, ഏകനാണ് നിങ്ങളുടെ നാഥൻ. നിങ്ങളെല്ലാം ആദമിൽ നിന്നും ജനിച്ചു. ആദമോ മണ്ണിൽ നിന്നും. കറുത്തവന് വെളുത്തവനേക്കാളോ, വെളുത്തവന് കറുത്തവനേക്കാളോ, അറബിക്ക് അനറബിയേക്കാളോ, അനറബിക്ക് അറബിയേക്കാളോ യാതൊരു ശ്രേഷ്ഠതയുമില്ല എന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഉത്ബോധനം കാരുണ്യമല്ലേ? ഇസ്ലാമിന്റെ സ്നേഹത്തിന്റെ സന്ദേശങ്ങളല്ലേ ഇവിടെയെല്ലാം നിങ്ങൾ കാണുന്നത്? മനുഷ്യർക്ക് മറ്റു ജീവജാലങ്ങളിൽ നിന്നും അള്ളാഹു വ്യത്യസ്തമായ ഒരു അനുഗ്രഹം നൽകിയിട്ടുണ്ട്. മറ്റു ജീവജാലങ്ങൾക്ക് വിശ്വാസം തിരഞ്ഞെടുക്കാനോ തിരസ്കരിക്കാനോ ഉള്ള സ്വാതന്ത്ര്യമില്ല. എന്നാൽ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വിശ്വാസം തിരഞ്ഞെടുക്കാനും ആ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ ജീവിക്കുവാനുമുള്ള സ്വാതന്ത്ര്യം അല്ലാഹു നൽകിയിട്ടുണ്ട്. ഈ മതസ്വാതന്ത്ര്യം നിഷേധിക്കുന്നത് മനുഷ്യ പ്രകൃതിക്ക് നേരെയുള്ള കൈകടത്തലാണ്, ക്രൂരതയാണ്. ലാ ഇക്റാഹ ഫിദ്ദീനി ഖദ് തബയ്യന റുശ്ദു മിനൽ ഗൈ. മതത്തിൽ ബലാത്കാരമില്ല, ശരിയും തെറ്റും വേർതിരിഞ്ഞു നിൽക്കുന്നുവെന്ന വിശുദ്ധ ഖുർആനിലെ 2-ാം അധ്യായത്തിലെ 256-ാം വചനത്തിലൂടെയും ഇന്നാ ഹദൈനാഹു സബീൽ ഇമ്മാ ശാക്കിറൻ വ ഇമ്മാ കഫൂറ. 2 പാതകളുണ്ട്. ഒന്നുകിൽ നിങ്ങൾക്ക് നന്ദിയുള്ളവരാകാം, അല്ലെങ്കിൽ നന്ദി കെട്ടവരാകാമെന്ന 76-ാം അധ്യായത്തിലെ 3-ാം വചനത്തിലൂടെയും ഈ മതസ്വാതന്ത്ര്യത്തെ സംബന്ധിച്ച് പറയുക മാത്രമല്ല ഇസ്ലാം ചെയ്യുന്നത്, മറ്റു മതങ്ങളുമായിട്ടുള്ള സ്നേഹ സംവാദങ്ങൾ നടത്താൻ അനുവദിക്കുന്നതോടൊപ്പം തന്നെ അവരുടെ വിശ്വാസങ്ങളെ അവഹേളിക്കാനോ അപമാനിക്കാനോ പാടില്ല എന്നും അവരോട് അനീതി ചെയ്യരുതെന്നും അവരുടെ ആരാധനാലയങ്ങൾ തകർക്കരുതെന്നും ഖുർആൻ വ്യക്തമായിട്ട് കൽപ്പിക്കുന്നതും ഖുർആന്റെയും ഇസ്ലാമിന്റെയും കാരുണ്യത്തിന്റെ വശങ്ങളാണ്. വലാ തസുബ്ബുല്ലദീന യദ്ഊന മിൻ ദൂനില്ലാഹ്. അല്ലാഹുവിന് പുറമെ ആരാധിക്കുന്ന വസ്തുക്കളെ അപമാനിക്കുകയോ അവഹേളിക്കുകയോ ചെയ്യരുതെന്ന് 6-ാം അധ്യായത്തിലെ 108-ാം വചനത്തിലൂടെയും വലൗലാ ദഫ്ഉല്ലാഹി നാസ ബഅദഹും ബിബഅദിൻ ലഹുദ്ദിമത് സുബാമി വബിയം വസലവാത് വമസാജിദു യുദ്കറു ഫീ ഹസ്മുല്ലാഹി കസീറ. അല്ലാഹു ചിലരെ കൊണ്ട് തടഞ്ഞില്ലായിരുന്നുവെങ്കിൽ ക്രൈസ്തവ ദേവാലയങ്ങളും യഹൂദരുടെ സിനഗോഗുകളും സന്യാസ മഠങ്ങളും തകർക്കപ്പെടുമായിരുന്നുവെന്ന 22-ാം അധ്യായത്തിലെ 40-ാം വചനത്തിലൂടെയും അമുസ്ലിങ്ങളോട് നീതി ചെയ്യുക, നീതി ചെയ്യുന്നതിന് അള്ളാഹു ഇഷ്ടപ്പെടുന്നുവെന്ന 60-ാം അധ്യായത്തിലെ 8-ാം വചനത്തിലൂടെയും ഈ യാഥാർത്ഥ്യങ്ങളാണ് ഇസ്ലാം മനുഷ്യ സമൂഹത്തിന്റെ മുൻപിൽ വെക്കുന്നത്. ഇതെല്ലാം ഇസ്ലാമിന്റെ കാരുണ്യത്തിന്റെ വശങ്ങളല്ലേ? ലൈസ മിന്നാ മൻ ദഅ ഇലാ അസബിയത്തിൻ വഖാതല ഇലാ അസബിയത്തിൻ വമാത ഇലാ അസബിയത്തിൻ. വർഗീയതയിലേക്ക് ക്ഷണിക്കുകയും വർഗീയതയ്ക്ക് വേണ്ടി കൊല്ലുകയും വർഗീയതയ്ക്ക് വേണ്ടി പോരാടുകയും ചെയ്യുന്നവൻ നമ്മിൽപ്പെട്ടവനല്ലെന്നും, നിന്റെ സമുദായം ഒരു തെറ്റ് ചെയ്യുന്നു, അത് തെറ്റാണ് എന്ന് പറയുന്നില്ലെങ്കിൽ അതാണ് വർഗീയത എന്ന ഉത്ബോധനങ്ങളിലൂടെ വർഗീയതയെ എതിർത്ത പ്രവാചകൻ, വർഗീയതയെ എതിർക്കുന്ന ഇസ്ലാം, ഒരു ജനതയോടുള്ള വെറുപ്പ്, അവരോട് അതിക്രമം കാണിക്കാൻ നിങ്ങളെ പ്രേരിപ്പിക്കരുതെന്നും, ധർമ്മയുദ്ധങ്ങളിൽ പോലും സത്യത്തിനും നീതിക്കും ന്യായത്തിനും വേണ്ടിയുള്ള ധർമ്മയുദ്ധങ്ങളിൽ പോലും സ്ത്രീകളെയും കുട്ടികളെയും വൃദ്ധരെയും ഉപദ്രവിക്കുകയോ വധിക്കുകയോ ചെയ്യരുതെന്നും, ഈന്തപ്പനത്തടികൾ മുറിക്കരുതെന്നും, കൃഷിയിടങ്ങൾ നശിപ്പിക്കരുതെന്നും, ആരാധനാലയങ്ങളിൽ പ്രാർത്ഥനയിൽ ഇരിക്കുന്നവരെ അവരുടെ പ്രാർത്ഥനയിൽ മുഴുകാൻ അനുവദിക്കണമെന്നുമെല്ലാമുള്ള ഉത്ബോധനങ്ങളിലൂടെ എല്ലാ തരത്തിലുള്ള ഭീകര പ്രവർത്തനങ്ങളെയും വർഗീയതയെയും എതിർക്കുന്ന മതമാണ് ഇസ്ലാം. ഇസ്ലാം കാരുണ്യത്തിന്റെ മതമാണ് എന്നതിൻ്റെ തെളിവല്ലേ ഇത്? കച്ചവടക്കാരോടുള്ള ഉത്ബോധനങ്ങൾ, നിങ്ങൾ പരസ്പരം തൃപ്തിപ്പെട്ടുകൊണ്ടുള്ള വ്യാപാരങ്ങളിൽ ഏർപ്പെടുക, അതല്ലാതെ പരസ്പരം നിങ്ങളുടെ സമ്പത്ത് ഭക്ഷിക്കരുതെന്നും അളവ് തൂക്കത്തിൽ വ്യതിയാനം വരുത്തരുതെന്നും, സത്യസന്ധനും കണിശക്കാരനുമായ വ്യാപാരിയാണ് പരലോകത്ത് അന്ത്യദിനത്തിൽ അവർ പ്രവാചകന്മാരോടും രക്തസാക്ഷികളോടും സത്യപാലന്മാരോടും കൂടെയായിരിക്കുമെന്നും, അളക്കുമ്പോൾ നിങ്ങൾ കൃത്യമായി അളന്നു വാങ്ങണമെന്നും വിൽക്കുമ്പോൾ നിങ്ങൾ കൃത്യമായി അളന്നു വിൽക്കണമെന്നും ഉത്ബോധിപ്പിക്കുന്ന ഇസ്ലാം. അതുപോലൊരു വസ്തു നിങ്ങൾ വിൽക്കുന്നുവെങ്കിൽ വിൽപ്പനക്കാരനോട് വസ്തുവിൻ്റെ ന്യൂനത പറഞ്ഞ ശേഷം മാത്രമേ വിൽക്കാൻ പാടുള്ളൂവെന്നും, ആ വിൽപ്പനയാണ് നല്ല വിൽപ്പനയെന്നും, ആ വസ്തുവിൻ്റെ ന്യൂനത മറച്ചു വെച്ച് വിൽക്കുന്നത് തെറ്റാണ്, തിന്മയാണെന്നും ഉത്ബോധിപ്പിച്ച പ്രവാചകൻ അങ്ങനെ കരിഞ്ചന്ത നടത്തരുത്, പൂഴ്ത്തിവെപ്പ് നടത്തരുത് എന്നെല്ലാം വ്യക്തമായി കൽപ്പിച്ചു. അതിലൂടെ
ഉപഭോക്താക്കളോട് കാരുണ്യം കാണിക്കുന്ന ഇസ്ലാം. സ്വന്തം കരങ്ങൾ കൊണ്ട് അധ്വാനിച്ചുണ്ടാക്കുന്ന സമ്പത്താണ് ഏറ്റവും ഉന്നതമായ സമ്പത്തെന്നും സ്വന്തം കരങ്ങൾ കൊണ്ടുണ്ടാക്കുന്ന സമ്പാദിച്ചുണ്ടാക്കുന്ന ഭക്ഷണമാണ് ഏറ്റവും ഉത്തമമായ ഭക്ഷണമെന്നും അധ്വാനിക്കുന്നവനെ അള്ളാഹു തൻ്റെ സ്നേഹിതനെ പോലെ കണക്കാക്കുന്നുവെന്നും സ്വന്തം കുടുംബത്തിന് വേണ്ടി അധ്വാനിക്കാനായിട്ട് പുറപ്പെടുന്നവൻ അള്ളാഹുവിൻ്റെ മാർഗത്തിലാണെന്ന് ഉത്ബോധനങ്ങളിലൂടെ അധ്വാനത്തിൻ്റെ മഹാത്മ്യം ഉത്ബോധിപ്പിക്കുന്ന ഇസ്ലാം ഭരണകർത്താക്കളോട് സൂക്ഷ്മതയോടെ ഭരിക്കണമെന്നും ജനങ്ങളോട് കാരുണ്യത്തോടെ പെരുമാറണമെന്നും അങ്ങനെ പെരുമാറുന്ന നീതിയുക്തനായിട്ടുള്ള ഭരണാധികാരി സ്വർഗത്തിൽ ഏറ്റവും ഉന്നത സ്ഥാനങ്ങൾ അലങ്കരിക്കുന്ന 7 വിഭാഗത്തിൽ ഒന്നായിരിക്കുമെന്നും മറിച്ച് മനുഷ്യരോട് കൊടും ക്രൂരത ചെയ്യുന്ന ഭരണാധികാരികൾ ഏറ്റവും താഴ്ന്ന സ്ഥാനത്താണെന്നും ഉത്ബോധിപ്പിച്ച ഖുർആനും പ്രവാചകനും. അങ്ങനെ ഭരണാധികാരികളോട് ഭരണീയരോട് കാരുണ്യം കാണിക്കണമെന്ന് ഉത്ബോധിപ്പിച്ചത് ഇസ്ലാമിൻ്റെ കാരുണ്യത്തിൻ്റെ വശമല്ലേ? അതോടൊപ്പം തന്നെ ഇസ്ലാം ഏറ്റവും മഹത്തായ ഏറ്റവും ഉന്നതമായ ഒരു കാരുണ്യം കൂടി മനുഷ്യ സമൂഹത്തിൻ്റെ മുൻപിൽ സമർപ്പിക്കുന്നുണ്ട്. നന്മക്കനുസൃതമായ പ്രതിഫലവും തിന്മക്കനുസൃതമായ ശിക്ഷയും ലഭിക്കുന്നൊരു പരലോകത്തെ സംബന്ധിച്ച് ലോകചരിത്രത്തിൽ മനുഷ്യ സമൂഹത്തിന് ഒരിക്കലും പൊറുക്കാൻ സാധിക്കാത്ത പേക്കൂത്തുകൾ ചെയ്തുകൂട്ടി ഒരുപാട് ഭരണാധികാരികൾ കടന്നുപോയിട്ടുണ്ട്. അധികാരത്തിന് വേണ്ടി, ധനത്തിന് വേണ്ടി, പ്രൗഢിക്ക് വേണ്ടി, വിനോദത്തിന് വേണ്ടി പടയോട്ടം നടത്തിയവർ. അവരുടെ ക്രൂരമായ യുദ്ധക്കൊതിയിൽ എരിഞ്ഞടങ്ങിയത് ഒരുപാട് നിരപരാധികളുടെ ജീവിതങ്ങളായിരുന്നു. അംഗവൈകല്യത്തോടുകൂടി ജീവിതകാലം മുഴുവനും നരകയാതന അനുഭവിച്ചവർ, സന്താനങ്ങളെ നഷ്ടപ്പെട്ടവർ, വിധവകളാക്കപ്പെട്ടവർ, അവരുടെ യുദ്ധക്കൊതി എന്ന അഗ്നിയിൽ എരിഞ്ഞടങ്ങിയത് ഒരുപാട് നിരപരാധികളുടെ ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും സങ്കല്പങ്ങളും മോഹങ്ങളുമായിരുന്നു. പ്രതികാരത്തിന് വേണ്ടി മാത്രം ഹീറോഷിമയുടെയും നാഗാസാക്കിയുടെയും മേൽ ആണവ ബോംബുകൾ വർഷിച്ച് 10,000-ങ്ങളെ കൊന്നൊടുക്കുകയും 10,000-ങ്ങൾക്ക് അംഗവൈകല്യങ്ങൾ സമ്മാനിക്കുകയും പിറക്കാനിരിക്കുന്ന വരും തലമുറകൾക്ക് കൂടി നാശം വിതച്ച അന്നത്തെ അമേരിക്കൻ ഭരണാധികാരി വിയറ്റ്നാമിലും കംബോഡിയയിലും ചിലിയിലും അതിക്രമങ്ങൾ കാണിച്ച് ഒരുപാട് ആളുകളെ കൊന്നൊടുക്കുകയും ആ രാജ്യത്തിലെ സമ്പദ് വ്യവസ്ഥകൾ തകർക്കുകയും ചെയ്ത അക്കാലത്തെ അമേരിക്കൻ ഭരണാധികാരികൾ ഇറാഖിലും അഫ്ഗാനിസ്ഥാനിലും നിരപരാധികളെ കൊന്നൊടുക്കുകയും വിവാഹ സദസ്സുകളിൽ പോലും ബോംബുകൾ വർഷിച്ച് പിഞ്ചു പൈതങ്ങളെപ്പോലും കശാപ്പ് ചെയ്യുകയും ബോംബ് മഴയിൽ നിന്നും രക്ഷ നേടാനായിട്ട് പലായനം ചെയ്യുന്ന വാഹന വ്യൂഹങ്ങൾക്ക് നേരെ ബോംബുകൾ വർഷിക്കുകയും നിരപരാധികളെ കൊന്നൊടുക്കുകയും ചെയ്യുന്നവർ, ആരാധനാലയങ്ങൾ നമസ്കാരത്തിൽ ഏകാഗ്രതയോടെ നിൽക്കുന്നവരുടെ പിന്നിൽ പതുങ്ങിച്ചെന്ന് തോക്ക് ശിരസിന്റെ പുറകിൽ വെച്ച് കാഞ്ചി വലിച്ച് മൃഗീയമായി ഭക്തന്മാരെ ക്രൂരമായി വധിക്കുന്നവർ, തടവറകളിൽ ലൈംഗിക പേക്കൂത്തുകൾക്ക് തടവുകാരെ വിധേയരാക്കുന്നവർ, പൈശാചികമെന്ന വാക്കിനെ പോലും ലജ്ജിപ്പിക്കുന്ന രീതിയിൽ കൊടും ക്രൂരത ചെയ്തിട്ടുള്ള ഹിറ്റ്ലറും മുസോളിനിയും സ്റ്റാലിനുമെല്ലാം നിരന്തരം നമ്മുടെ ചുറ്റുപാടും കാണുന്ന ഒരുപാട് കൊലപാതകങ്ങൾ, വ്യഭിചാരം, കൊള്ളയും കൊള്ളിവെപ്പും ഇത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾ ചെയ്തിട്ടുള്ളവരിൽ ചെറിയൊരു ശതമാനത്തിന് മാത്രമേ അതിനനുസൃതമായ ശിക്ഷ ഈ ലോകത്ത് ലഭിച്ചിട്ടുള്ളൂ. അവരിൽ മഹാഭൂരിപക്ഷവും ശിക്ഷ ലഭിക്കാതെ രക്ഷപ്പെട്ടിട്ടുള്ളവരാണ്. അവരെ ശിക്ഷിക്കേണ്ട ഒരു വേദി വേണ്ടേ? അവർ ആ കുറ്റകൃത്യങ്ങൾക്ക് അനുസൃതമായിട്ട് ശിക്ഷ ലഭിക്കുന്നില്ല എങ്കിൽ അവരുടെ കുറ്റകൃത്യങ്ങൾക്ക് ഇരയായവരോടുള്ള അനീതിയാണ്, ക്രൂരതയാണ്. ഒരു രാജ്യത്തെ ഒരു ഭരണകൂടം കുറ്റവാളികളെ ശിക്ഷിക്കുന്നില്ല എന്ന് കരുതുക, ആളുകൾ വിചാരിക്കും ഞാൻ എന്തിന് കൊലപാതകം ചെയ്യാതിരിക്കണം, ഞാൻ എന്തിന് ബലാത്സംഗം ചെയ്യാതിരിക്കണം, ഞാൻ എന്തിന് കൊള്ളയും കൊള്ളിവെപ്പും ചെയ്യാതിരിക്കണം. കുറ്റകൃത്യങ്ങൾ ഭയാനകമായി വർദ്ധിക്കില്ലേ? കുറ്റകൃത്യങ്ങൾക്കിരയായവരോട് കുറ്റവാളികളെ ശിക്ഷിക്കാതിരിക്കുന്നത് തിന്മയാണ്, അനീതിയാണ്, ക്രൂരതയാണ്. അതുപോലെ കുറ്റകൃത്യങ്ങൾ ചെയ്യാതിരിക്കുന്നവരോടുള്ള നീതിയാണ്. അപ്പോൾ കുറ്റകൃത്യങ്ങൾക്ക് ഒരു ഭരണകൂടം ശിക്ഷ നൽകുന്നത് ആ ഭരണകൂടത്തിന്റെ കാരുണ്യത്തിന്റെ ഭാഗമാണ് എങ്കിൽ ശിക്ഷ ലഭിക്കാതെ ഇഹലോകത്ത് നിന്ന് രക്ഷപ്പെട്ടിട്ടുള്ള കുറ്റവാളികൾക്ക് അതിനനുസൃതമായ ശിക്ഷ നൽകുന്നത് അള്ളാഹുവിൻ്റെ കാരുണ്യത്തിന്റെ ഭാഗമാണ്, ഇസ്ലാമിന്റെ കാരുണ്യത്തിന്റെ ഭാഗമാണ്. 23-ാം അധ്യായത്തിലെ 115-ാം വചനത്തിൽ അള്ളാഹു പറയുന്നുണ്ട്, അഫഹസിബ്തും അന്നമാ ഖലഖനാകും അബതൻ വഅന്നകും ഇലൈനാ ലാ തുർജഊൻ. നിങ്ങളെ വൃഥാ സൃഷ്ടിച്ചതാണെന്നും
നിങ്ങൾ നമ്മിലേക്ക് മടക്കപ്പെടില്ലെന്നും തെറ്റിദ്ധരിക്കുന്നു.